പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വലിയൊരു വിവാദത്തെക്കുറിച്ച് കേട്ടിരുന്നു. വിപിൻ വിജയൻ എന്ന് പറഞ്ഞ ഒരു SFI നേതാവ്. ആ SFI നേതാവിന് SFI നേതാവിന്റെ ഓപ്പൺ ഡിഫൻസ്, PhDയുടെ ഓപ്പൺ ഡിഫൻസിൽ വന്ന അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സംസ്കൃതത്തിൽ PhDക്ക് ശ്രമിച്ച വിപിൻ വിജയന് ഓപ്പൺ ഡിഫൻസിന്റെ സമയത്ത് സംസ്കൃതവും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല എന്ന് തെളിയിക്കപ്പെട്ടു. ഇംഗ്ലീഷിലാണ് അയാൾ PhD തീസിസ് എഴുതി കൊടുത്തത്. പക്ഷെ ആ PhD തീസിസ് എഴുതി കൊടുത്ത അയാൾക്ക് ഇംഗ്ലീഷും അറിയില്ല, സംസ്കൃതത്തിലാണ് അയാളുടെ PhD, അതും അയാൾക്ക് അറിയില്ല. ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടായിരുന്നു തീസിസ്. ചട്ടമ്പി സ്വാമി ആരാണെന്ന് പോലും അയാൾക്ക് അറിയില്ല. അയാൾ എന്തോ ചട്ടമ്പിയാണ് സ്വാമി എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ കേട്ട് നമ്മൾ ഇരുന്ന് ചിരിച്ചതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതൊരു ജാതി വിവേചനത്തിലേക്ക്, ഒരു ജാതി വെറിയിലേക്ക് അത് മാറുന്നത് നമ്മൾ കണ്ടു. കേരള യൂണിവേഴ്സിറ്റിയുടെ സംസ്കൃത വകുപ്പിന്റെ അധ്യക്ഷയായിട്ടുള്ള പ്രൊഫസർ CN വിജയകുമാരി അവര് ജാതീയമായി തന്നെ അധിക്ഷേപിച്ചുവെന്നും അവരൊരു ബ്രാഹ്മണയാണ്, അവരൊരു ജാതി വെറിയുടെ ഒരു മകുടോദാഹരണമാണ് എന്നൊക്കെയുള്ള നിലയിലേക്ക് അത് മാറുന്നത് നമ്മൾ കണ്ടു. ആ സംസ്കൃതം വകുപ്പിലെ കുട്ടികൾ, SFIക്കാര് ഇവർക്കെതിരെ വലിയ സമര പോരാട്ടങ്ങൾ നമ്മൾ നടത്തുന്നത് കണ്ടു. അവരുടെ കോലം കത്തിക്കുന്നത് നമ്മൾ കണ്ടു. അവർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിലേക്ക് പരാതി പോയത് നമ്മൾ കണ്ടു. അവർ ഒളിവിൽ പോയത് നമ്മൾ കണ്ടു. അവസാനം പ്രഗത്ഭ അഭിഭാഷകനായിട്ടുള്ള ജോർജ് പൂന്തോട്ടത്തിന്റെ സഹായം ഉണ്ടായിരുന്നുകൊണ്ട് പ്രൊഫസർ CN വിജയകുമാരി അറസ്റ്റ് ചെയ്യപ്പെടാതെ, ജയിലിൽ പോകാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതും നമ്മൾ കണ്ടു. അപ്പം വിപിൻ വിജയൻ എന്ന് പറഞ്ഞ ആ SFI നേതാവിന് സംസ്കൃതം പോലും അറിയാതെ, സംസ്കൃതത്തിൽ PhD എടുത്തുകൊണ്ട് പോകും എന്നുള്ള നില തടഞ്ഞ ഈ പ്രൊഫസർ CN വിജയകുമാരി അവര് കട്ടിച്ച് ജയിലിൽ പോകാതെ അവര് രക്ഷപ്പെട്ടു. അവർക്കെതിരെ SFIക്കാരെ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ചില വീഡിയോകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണാം. കുറച്ച് വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിക്കുകയാണ്. അത് നിങ്ങളൊന്ന് കാണണം. കണ്ടല്ലോ, അതാണ് SFIയുടെ പിള്ളേരെ അവിടെ നടത്തിയിട്ടുള്ളത്, കോലം കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും തൽക്കാലം അവർ ജയിലിൽ പോകാതെ അവർ രക്ഷപ്പെട്ടു. ജാതി വെറിയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അവർ വരുന്നത്, അവരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പൊ ഏതാണ്ട് ഇന്നലെ ഞാൻ മറ്റേ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ കോർട്ടിലേക്ക്, അതായത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ഈ CN വിജയകുമാരിയെ നിയമിച്ചു. ആ നിയമിച്ചതിനെതിരെ SFIയുടെ പോണ്ടിച്ചേരി യൂണിറ്റ് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് വന്നു. പോണ്ടിച്ചേരി യൂണിറ്റ് സ്ട്രോങ്ലി കണ്ടംസ് the nomination of Professor CN Vijaykumari of University of Kerala
ആസ് എ മെമ്പർ ഓഫ് ദ കോർട്ട് ഓഫ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. The decision undermines the struggles of countless students and scholars from marginalized communities and betrays trust placed in these institutions to uphold the principles of justice and merit. We strongly condemn this nomination and urge for its immediate revocation. എന്ന് പറഞ്ഞുകൊണ്ട് ഈ CN വിജയകുമാരിയെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലേക്ക് എടുത്തതിനെതിരെ SFIയുടെ പോണ്ടിച്ചേരി യൂണിറ്റിന്റെ പ്രസ്താവനയാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇന്നിപ്പോ മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയും കൂടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ജാതി അധിക്ഷേപം, ഡീനിനെ ഉപരോധിച്ച് SFI. കേരള സർവകലാശാല സംസ്കൃതം വകുപ്പ് മേധാവി CN വിജയകുമാരിയെ കാരവട്ടം ക്യാമ്പസിന് ഓഫീസിന് മുന്നിൽ SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഉപരോധിച്ചു. ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയനോട് ഡീൻ ജാതി അധിക്ഷേപം നടത്തിയെന്നും വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ അതിന് ഒത്താശ ചെയ്തുവെന്നും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കി. ഉപരോധം 1 മണിക്കൂർ നീണ്ടു. വിപിൻ വിജയൻ സംസ്കൃത എന്നും അറിയില്ലെന്നും ഓപ്പൺ ഡിഫൻസ് വീണ്ടും നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിജയകുമാരി VC-ക്ക് പരാതി നൽകിയതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഓപ്പൺ ഡിഫൻസ് കമ്മിറ്റി ചെയർമാന്റെ റിപ്പോർട്ടും ഡീനിന്റെ പരാതിയും VC സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കും. സുഹൃത്തുക്കളെ, കണ്ടല്ലോ. അപ്പൊ CN വിജയകുമാരിക്കെതിരെ അതിശക്തമായിട്ടുള്ള ഈ സമര പോരാട്ടങ്ങളുമായി ഇപ്പോഴും SFI രംഗത്ത് നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിനി ഒരു ഫോട്ടോ എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുകയാണ്. ആ ഫോട്ടോ ഇനി എൻ്റെ പ്രേക്ഷകർ ഒന്ന് കാണണം. ആ ഫോട്ടോയിൽ 3 പേര് ഇങ്ങനെ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽപ്പുണ്ട്. 3 പേര് ഇങ്ങനെ ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. വെളുക്കെ ചിരിച്ചുകൊണ്ട് 3 പേർ നിൽക്കുന്നു. അവരെ 3 പേരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. അതിൽ നടുക്കു നിൽക്കുന്നയാളാണ് പ്രൊഫസർ CN വിജയകുമാരി. അതായത് SFIക്കാര് അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ജാതിവെറിയുടെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള ബ്രാഹ്മണ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് പിന്നോക്ക വിഭാഗത്തിനെതിരെ ജാതിവെറി കാണിക്കുന്ന സംസ്കൃത സർവകലാശാലയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള പ്രൊഫസർ CN വിജയകുമാരിയാണ് ചിരിച്ചുകൊണ്ട് നടുക്കു നിൽക്കുന്ന ആ വനിത. ആ വനിതയുടെ ഒരു വശത്ത് നിൽക്കുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന്റെ ഭാര്യ കമല വിജയൻ. അവരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. അവരും ചിരിച്ചുകൊണ്ട് നിൽക്കും. ഈ 3 പേരുടെ ഫോട്ടോയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു ഞെട്ടൽ വരും. കാരണം എന്താ? SFI വലിയ സമരത്തിലാണ് ഇവർക്കെതിരെ. ജാതിവെറിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CN വിജയകുമാരി. ആ CN വിജയകുമാരിയോടൊപ്പമാണ്, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന CN വിജയകുമാരിയുടെ ഒപ്പമാണ് തൊട്ടിപ്പുറത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയും തൊട്ടിപ്പുറത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകള് നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വനിതയുടെ, ഈ CN വിജയകുമാരി എന്ന് പറഞ്ഞ വനിതയുടെ പുതിയ വീട് പാല് കാച്ചുന്ന ചടങ്ങിൽ അവർ വിളിച്ചതിനെ തുടർന്ന് പങ്കെടുക്കാൻ വന്നവരാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും എന്ന്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണല്ലോ, ഈ CN വിജയകുമാരിയും പിണറായി വിജയന്റെ ഭാര്യയും മകളും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് എന്ന്. അതുകൊണ്ടാണല്ലോ ഈ പാല് കാച്ചലിന് വരികയും ചിരിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഈ അടുത്ത ബന്ധം എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീണ വിജയന്റെ മകൻ ഐവാൻ എന്നോ കണ്ടാണ് പേര് എന്ന്. ആ മകനെ ദീർഘനാൾ ഈ CN വിജയകുമാരി എന്ന് പറഞ്ഞ ഈ സംസ്കൃത സർവകലാശാലയിൽ ഈ SFIക്കാരന്മാര് കണ്ടു കഴിഞ്ഞാൽ ചാണകവെള്ളം തളിക്കണമെന്ന് പോലും പറയുന്ന ഈ സ്ത്രീ, ഈ വനിത പിണറായി വിജയന്റെ മകളുടെ മകനെ മാസങ്ങളോളം സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പയ്യനെ ആദ്യം പിണറായി വിജയന്റെ മകള് കൊണ്ടുവരുമായിരുന്നു. പിന്നെ കുറെ നാൾ പയ്യനെ ഈ വിജയകുമാരുടെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. പിന്നീട് ചില ഉദ്യോഗസ്ഥന്മാര് ആ പയ്യനെ കൊണ്ടുവരുമായിരുന്നു എന്നും ഞാൻ മനസ്സിലാക്കി.
അപ്പൊ അങ്ങനെയാണ് പിണറായി വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കും ഈ വിജയകുമാരിയുമായി അടുത്ത ബന്ധമുണ്ടാവുന്നത്. ആ അടുത്ത ബന്ധത്തിന്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് അവരുടെ വീട് പാലുകാച്ചൽ ചടങ്ങിൽ പിണറായി വിജയന്റെ മകളും ഭാര്യയും വന്ന് പങ്കെടുത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കോണം, SFI അതിരൂക്ഷമായിട്ടുള്ള സമരം ഇവർക്കെതിരെ നടത്തുക. ഒരു ജാതിവെറിയുടെ ഉദാഹരണമാണ്. ഇവരൊരു ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ട് ഇവർ പിന്നോക്കക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള ജാതി അധിക്ഷേപം നടത്തുന്ന സ്ത്രീയാണെന്ന് പറയുന്നു. അവർക്കെതിരെ പരാതി കൊടുക്കുന്നു, അവർക്കെതിരെ കേസെടുക്കുന്നു, അവരെ ഉപരോധിക്കുന്നു, അവരെ ജയിലിലാക്കാൻ ശ്രമിക്കുന്നു, അവരെ വിലങ്ങ് വെക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം SFIക്കാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ SFIക്കാരുടെ പരമോന്നത നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊച്ചുമകനെ ഈ CN വിജയകുമാരി എന്ന് പറഞ്ഞ സ്ത്രീ സംസ്കൃതം പഠിപ്പിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, കൊച്ചുമകനെ അവിടെ കൊണ്ടുവന്ന് അപ്പൂപ്പൻ ഇത് പഠിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വലിയ തരത്തിലുള്ള ലോകവീക്ഷണം അതിലൂടെ കിട്ടും, കുട്ടികളുടെ കാഴ്ചപ്പാട് ഒക്കെ വലിയ തോതിൽ മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത്രേ അപ്പൂപ്പൻ കൊച്ചുമകനെ ഈ CN വിജയകുമാരിയുടെ അടുത്ത് സംസ്കൃതം പഠിപ്പിക്കാൻ വിട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മരപ്പോട്ടന്മാരായിട്ടുള്ള SFIക്കാരിൽ നിന്നും മനസ്സിലാക്കിക്കോണം, നിങ്ങൾ നിങ്ങളുടെ സമരവും ഒക്കെ ആയിട്ട് നടക്കും, നിങ്ങൾ നിങ്ങളുടെ കോലം കത്തിക്കലൊക്കെ ആയിട്ട് നടക്കും, അവരെ ജാതി വെറി കാണിക്കുന്നവരാണെന്ന് പറയും, അവരെ നിങ്ങൾ അധിക്ഷേപിക്കും, അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നോക്കും, അവരെ നിങ്ങൾ പുലഭ്യം പറയും, അവരെ നിങ്ങൾ ഉപരോധിക്കും, അവർക്കെതിരെ പരാതി കൊടുക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ പരമോന്നത നേതാവിനും ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ ഈ CN വിജയകുമാരിയോട് വളരെയേറെ ബഹുമാനമാണ്. ആ ബഹുമാനം കൊണ്ടാണല്ലോ കൊച്ചുമാനെ അവിടെ സംസ്കൃതം പഠിപ്പിക്കാൻ വിടുന്നത്. അതുകൊണ്ട് ഈ സമരം ചെയ്യലും കാര്യമൊക്കെ SFIക്കാര അത് നിങ്ങൾക്കുള്ളതാണ്. അത് തെരുവിൽ നിങ്ങൾ കിടക്കും, ചീത്ത വിളിക്കും, അടികൊള്ളും, ചിലപ്പോൾ ജയിലിൽ പോവും, അതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകനെ സംബന്ധിച്ചിടത്തോളം അവന് സംസ്കൃതം ഒരു വലിയ ഭാഷയാണ്, അത് പഠിക്കേണ്ടതാണ്, ലോകവിവരം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ആരെ തെറി വിളിച്ചാലും എന്ത് പറഞ്ഞാലും ആ തെറി വിളിക്കുന്നതൊന്നും നിങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള പിണറായി വിജയനും ബാധകമല്ല, അയാളുടെ ഭാര്യയ്ക്കും ബാധകമല്ല, മകൾക്കും ബാധകമല്ല എന്നതിൻ്റെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ സ്പീക്കിംഗ് ആയിട്ടുള്ള എവിഡൻസ്, സംസാരിക്കുന്ന തെളിവാണ് ഞാൻ ഈ നേരത്തെ കാണിച്ച ഫോട്ടോ. വിജയകുമാരിയുടെ വീടുമാറ്റ ചടങ്ങിൽ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്ന പിണറായി വിജയന്റെ മകളും പിണറായി വിജയന്റെ ഭാര്യയും. ഇത് നിങ്ങൾ തലയ്ക്ക് വെളിവില്ലാത്ത പാവപ്പെട്ട SFIക്കാര് അവര് ഈ വിജയകുമാരിക്കെതിരെ സമരം ചെയ്യുന്ന നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ.